നമസ്കാരം. ഞാൻ നാസർ പന്നാട്. ചാനൽ 5+ലേക്ക് സ്വാഗതം. മലപ്പുറത്ത് വെച്ച് പത്രക്കാരുടെ ചോദ്യത്തിന് മറുപടിയായി അടുത്ത തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെ നയിക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സ്വാദിഖലി ശിഹാബ് തങ്ങളുടെ മറുപടി ഏതൊരു പാർട്ടി പ്രവർത്തകനും സന്തോഷത്തിന് വക നൽകുന്നത് തന്നെയാണ്. എന്നാൽ തൊട്ടടുത്ത പത്രക്കാരുടെ ചോദ്യം കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുഖ്യമന്ത്രിയാകുമോ എന്നാണ്. അതിന് തങ്ങളുടെ മറുപടി കോൺഗ്രസ്സിന് സമ്മതമാണെങ്കിൽ നമുക്ക് വളരെ സന്തോഷം എന്നതാണ്. ഈ മറുപടി അത്ര സന്തോഷമായില്ല എന്നെ സംബന്ധിച്ച്. ഇത് എന്നെക്കുറിച്ച് മാത്രമല്ല, പല പാർട്ടി പ്രവർത്തകരുടെ അഭിപ്രായമാണ് എന്നാണ് എൻ്റെ അറിവ്. പല സന്ദർഭങ്ങളിലും മുന്നണിയുടെ കെട്ടുറപ്പിന് വേണ്ടി ധാരാളം ത്യാഗങ്ങൾ സഹിച്ച പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. ഇത് മുസ്ലിം ലീഗിൻ്റെ ഒരു ദൗർബല്യമായി പലരും കാണുന്നുണ്ടോ എന്ന് സംശയമില്ലാതില്ല. ഓരോ അസംബ്ലി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോഴും മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുകയും അവസാനം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുകയും ചെയ്യുന്ന പതിവ് രീതി അവസാനിപ്പിക്കാറായില്ലേ? കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മൾ കണ്ടതാണ്. ഒരു സീറ്റ് കൂടെ മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടപ്പോൾ അവസാനം ഒരു രാജ്യസഭാ സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു. ഈ രാജ്യസഭാ സീറ്റ് മുസ്ലിം ലീഗിന് ഒരു പ്രത്യേകതയോ അല്ലെങ്കിൽ അതൊരു പുതുമയുള്ള കാര്യമൊന്നുമല്ല. കാരണം കരുണാകരൻ്റെ കാലത്ത് ലീഗിന് ഇതേപോലെ തന്നെ 2 രാജ്യസഭാ അംഗം ഉണ്ടായിരുന്നു. പി അബ്ദുൽ വഹാബ് എം പിയും അബ്ദുൽ സമദാനി എം പിയും ഒക്കെ ഒരേ സമയത്ത് രാജ്യസഭാ അംഗങ്ങളായിരുന്നു. അപ്പോൾ ഇത് ഈ ഒരെണ്ണം പതിയെ കിട്ടിയെന്ന് പറയാൻ മാത്രമൊന്നുമില്ല. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ തൊട്ടടുത്ത തമിഴ്നാട്ടിൽ സ്റ്റാലിൻ മനസ്സറിഞ്ഞ് നൽകിയ പാർലമെൻറ്റ് സീറ്റിൽ മുസ്ലിം ലീഗിനെ വൻ ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കുകയും ഒരു എം പിയെ സംഭാവന നൽകുകയും ചെയ്തു. പാർട്ടി വളരെ ശക്തമായ കേരളത്തിൽ അതിനപേക്ഷിച്ച് നോക്കുമ്പോൾ 2 പാർലമെൻറ്റ് അംഗങ്ങളേ ഉള്ളൂ. എടുത്തു പറയത്തക്ക ശക്തി അവകാശപ്പെടാനില്ലാത്ത തമിഴ്നാട്ടിൽ ഒരു പാർലമെൻറ്റ് അംഗം ലഭിച്ചത് ഒന്ന് നമ്മൾ വിലയിരുത്തേണ്ടത് തന്നെയാണ്. എന്നാൽ തൊട്ടടുത്ത കർണാടകയിൽ ഷിമോഗയിലും അതുപോലെ തന്നെ മർക്കരയിലും തുടങ്ങിയ കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ കൊടക് ജില്ലയിലൊക്കെ തന്നെ മുസ്ലിം ലീഗിന് ഭേദപ്പെട്ട പ്രവർത്തകരും ശക്തിയൊക്കെ ഉണ്ട്. എന്നാലും അവിടെ മുസ്ലിം ലീഗിനെ മുന്നണിയിലെടുക്കാൻ കോൺഗ്രസ് ഇന്നേ വരെ തയ്യാറായി. കേരളത്തിലെങ്കിലും മുസ്ലിം ലീഗിന് അർഹമായ പ്രാതിനിധ്യം അത് മത്സരിക്കുന്നിടത്തും മന്ത്രിമാരെ ലഭിക്കുന്നിടത്തും മറ്റ് സ്ഥാനങ്ങൾ വീതം വെക്കുന്നിടത്തുമൊക്കെ അത് ചോദിച്ചു വാങ്ങാൻ മുസ്ലിം ലീഗ് നേതൃത്വം തയ്യാറാകണം. നമുക്കറിയാം, ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ലീഗ് 5ാം മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടപ്പോൾ ഉണ്ടായ കോലാഹലം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. രമേശ് ചെന്നിത്തലയാണ് അന്ന് ആ വിഷയം എനിക്ക് തോന്നുന്നു ആദ്യമായി എടുത്തിട്ടത്. അതുവഴി മുസ്ലിം സമുദായത്തിന് മന്ത്രിസഭയിൽ കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടെന്ന പ്രചരണം ഇടതുപക്ഷവും BJPയും ഒക്കെ നടത്തി. അവർക്ക് ശരിക്ക് അടിക്കാനുള്ള വടി കൊടുത്തത് അന്ന് കോൺഗ്രസ്സിലെ തന്നെ വിഭാഗം ആളുകളാണ്. എന്നാൽ മുസ്ലിം സമുദായത്തിൻ്റെ അത്രയും ജനസംഖ്യയില്ലാത്ത ക്രിസ്തു മതത്തിൽ നിന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കം എത്ര ക്രിസ്തീയ മന്ത്രിമാരുണ്ടെന്ന് ആരും തന്നെ വിഷയമാക്കിയില്ല. അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ നമുക്കറിയാം, കേരളത്തിലെ ആകെയുള്ള 140 സീറ്റിൽ 140 സീറ്റും കിട്ടിയാലും കോൺഗ്രസിലെ ഗ്രൂപ്പ് നേതാക്കന്മാർക്കും ജാതി മത സമവാക്യങ്ങളൊക്കെ നോക്കി ഓരി വെക്കാൻ കഴിയില്ല. ഘടകകക്ഷികൾക്കൊന്നും തന്നെ കൊടുക്കാതെ പിശുക്കി കയ്യിൽ വെച്ച സീറ്റുകൾ എന്നാൽ സുരക്ഷിതമാക്കാൻ കോൺഗ്രസിലെ ഗ്രൂപ്പ് മുതലാളിമാർ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട്. ത്രിതല പഞ്ചായത്ത് തൊട്ട് മേലോട്ട് മത്സരിക്കാൻ ഗ്രൂപ്പിൻ്റെ കാർഡുമായി വരുന്നവർ അവരവൻ്റെ സ്വന്തം വാർഡിൽ എത്ര വോട്ടർമാർ ചേർത്തിട്ടുണ്ടാവും. ഇനിയെങ്കിലും കോൺഗ്രസ് ഗ്രൂപ്പ് നേതാക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കാതെ താഴെത്തട്ടിൽ നിന്ന് ശാസ്ത്രീയമായി പ്രവർത്തിക്കുകയും ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കപ്പുറം പാർട്ടിയുടെ വിജയം ഉറപ്പിച്ച് ജയസാധ്യതയുള്ള നേതാക്കളെ അംഗീകരിക്കാൻ തയ്യാറാവുകയും ചെയ്താൽ നമ്മുടെ PV അൻവർ പറഞ്ഞതുപോലെ പിണറായിയുടെ വല്യാപ്പ വന്നാൽ പോലും ഇനി CPMന് കേരള ഭരണം കണ്ണി കാണാൻ കിട്ടുകയില്ല എന്ന് ഉറപ്പാണ്. ജയസാധ്യത കണക്കിലെടുത്ത് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുകയും ഘടകകക്ഷികൾക്ക് അർഹമായ പരിഗണന നൽകുകയും ഒരു കക്ഷി മുന്നണിയിൽ നിന്നും പോയാൽ അത്രയും സീറ്റ് കൂടെ നമുക്ക് കിട്ടുമെന്ന് കണക്ക് കൂട്ടുന്ന പ്രവണത അവസാനിപ്പിച്ച് കേരള ചരിത്രത്തിൽ ഇത്രയും അഴിമതിയും കെടുകാര്യസ്ഥതയും അഴിഞ്ഞാട്ടവും നടത്തുന്ന പിണറായി വിജയൻ്റെ ഭരണം കേരളത്തിലെ CPMൻ്റെ അവസാനത്തെ ഭരണമായി മാറ്റാൻ ഒറ്റക്കെട്ടായി ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നടക്കും. അതിന് കോൺഗ്രസ് ഈ ഗ്രൂപ്പിസൊക്കെ ഒന്ന് മാറ്റിവെച്ച് ഒന്നുകൂടെ ഒന്ന് ഉഷാറാവണം. ഇത് ഞാനൊരു കോൺഗ്രസിന് വിമർശനമായിട്ടില്ല. കോൺഗ്രസ് നന്നാവണം. കോൺഗ്രസ്സിന് ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഇത് എല്ലാം എനിക്ക് സ്വന്തമെന്ന് നടിച്ച് ഘടകകക്ഷികളൊക്കെ അടുപ്പിക്കാതെ ഒറ്റയ്ക്ക് മത്സരിച്ച ആളാവാൻ നോക്കിയ
നമ്മുടെ ആപ്പിൻ്റെ അവസ്ഥ ഡൽഹിയിൽ നമ്മൾ കണ്ടതാണ്. അത് നമ്മുടെ മുമ്പിലുണ്ട്. AAP സ്വന്തക്കാർക്കും വേണ്ടപ്പെട്ടവർക്കൊക്കെ സീറ്റ് കൊടുക്കുന്നതിന് പകരം കോൺഗ്രസിനെ ഒന്ന് മുന്നണിയിലെടുക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹി ഇന്ന് ഇന്ത്യ മുന്നണിയുടെ ഭരണത്തിന് കീഴിലായിരുന്നു. ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ അടക്കം തോറ്റ ഏകദേശം 15 മണ്ഡലത്തിൽ BJPയുടെ സ്ഥാനാർത്ഥി കിട്ടിയ ഭൂരിപക്ഷത്തെക്കാൾ എത്രയോ അധികം വോട്ട് കോൺഗ്രസിന് അവിടെ ലഭിച്ചിട്ടുണ്ട്. അവിടെ കോൺഗ്രസിനെ പരിഗണിക്കാത്തതിനുള്ള ശിക്ഷ വൈകിയാണെങ്കിലും അത് കിട്ടി എന്ന ആപ്പിന് ബോധ്യമായിട്ടുണ്ട്. ഈ അനുഭവം കേരളത്തിലെ കോൺഗ്രസ്സുകാരും ഒന്ന് ഗൗരവത്തിലെടുക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ മുസ്ലിം ലീഗിൽ പഞ്ചായത്ത് പ്രസിഡന്റോ ബാങ്ക് പ്രസിഡന്റോ വാർഡ് മെമ്പറോ പാർട്ടി ഭാരവാഹിത്വമൊക്കെ ലഭിച്ചാൽ അത് പിന്നെ ആ വ്യക്തിക്ക് ആജീവനാന്തം അവകാശപ്പെട്ടതായിരുന്നു. മരണം വരെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ അത് ഉണ്ടാവുക. പണ്ട് ഞാൻ ഒരു കഥയല്ല, അതൊരു അനുഭവമാണ്. എൻ്റെ നാട്ടിൽ ഇന്ന് പോകുന്ന ഒരു ബസ് കോഴിക്കോട് ബൈപ്പാസ് വന്ന് മുട്ടുന്ന സ്ഥലത്ത് വെച്ചിട്ട് ആക്സിഡൻ്റായി. ഈ ആക്സിഡൻ്റ് ആയപ്പോൾ പാർട്ടി പ്രവർത്തകർ ഓരോരുത്തരും വിളിച്ചു ചോദിക്കണം. ഞാൻ ആളെ പേരൊന്നും പറയുന്നില്ല. പാർട്ടിയുടെ പ്രസിഡന്റ്, ബാങ്കിൻ്റെ പ്രസിഡന്റ്, പാർട്ടിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, പാർട്ടിയുടെ പഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റ്, ഇവരൊക്കെ കുറിച്ചാണ് ആളുകൾ ചോദിക്കുന്നത്. അല്ല, മറ്റാളിന്ന് പിന്നെ കോഴിക്കോടെങ്ങാണ്ട് പോയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാവരും വിളിച്ചു ചോദിക്കുകയാണ് ഈ ബസ്സിൽ അവരുണ്ടായിരുന്നോ. അപ്പോൾ ഞാൻ കരുതി എന്താണ് ഇവർക്കൊക്കെ നമ്മുടെ പാർട്ടിയുടെ ഒരു നേതാക്കന്മാരുടെ ആരോഗ്യത്തിൽ ഇത്ര ശുഷ്കാന്തി എന്ന്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇവരാരെങ്കിലും പണി തീർന്നിട്ടുണ്ടോ എന്ന് അറിയാനാണ് വിളിക്കുന്നത്. കാരണം ഒരാൾ മരിച്ചാൽ തന്നെ മാത്രമേ അടുത്ത ആൾക്ക് ഭാരവാഹിത്വം കിട്ടുകയുള്ളായിരുന്നു. എന്നാൽ ഇന്ന് ആ സ്ഥിതിയൊക്കെ മാറി. ഈ അധികാര സ്ഥാനങ്ങളിൽ 30-40 വർഷം തുടർച്ചയായി ഇരുന്ന് മൂടിന് വേര് പിടിച്ച നേതാക്കളൊക്കെ പിടിതെറിഞ്ഞ് ഒരാൾക്ക് പരമാവധി 3 തെരഞ്ഞെടുപ്പിൽ മാത്രം മത്സരിക്കാനും ഒന്നിൽ കൂടുതൽ സ്ഥാനങ്ങൾ ഒന്നിച്ച് വഹിക്കാതിരിക്കാനും വേണ്ട ശക്തമായ നിലപാടെടുത്തു മുസ്ലിം ലീഗ്. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ പ്രാദേശിക നേതൃസ്ഥാനത്തും അധികാര സ്ഥാനങ്ങളിലും കഴിവും കാര്യശേഷിയും ഒക്കെയുള്ള ധാരാളം പുതുമുഖങ്ങളെ ഇപ്പോൾ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് സംഭാവന നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെ മുന്നണിയെ നയിക്കാനും പാർട്ടിക്ക് ശക്തി പകരാനും കഴിയുന്ന പരിചയസമ്പന്നരായ 1-2 ആളുകളെ മാത്രം മാറ്റി നിർത്തി 3 തവണയിലധികം മത്സരിച്ച MLA-മാരെ നിർബന്ധമായും ആ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കണം. ഇങ്ങനെ മാത്രമല്ല, ഇങ്ങനെ MLA സ്ഥാനം നഷ്ടപ്പെടുന്ന ആളുകളെ പിന്നെ വരുന്ന ബോർഡുകളിൽ മറ്റും ചെയർമാൻമാരെ കുടിയിരുത്തുന്നതും അതും ഒരു നല്ല കീഴ്വഴക്കമല്ല. പാർട്ടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒരുപാട് പ്രവർത്തകർ താഴെത്തട്ടിലുണ്ട്. ഒരുപാട് പ്രഗത്ഭരായ ആളുകൾ തന്നെ പാർട്ടിന് ഒന്നും ലഭിക്കാതെ മരണപ്പെട്ടു പോയ ആളുകളുണ്ട്. അതേസമയത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെയുള്ള ആളുകൾ ഭരണത്തിൽ മുന്നണിയിലൊക്കെ അനിവാര്യവുമാണ്. കുഞ്ഞാലി സാഹിബിൻ്റെ ഭരണ വഴക്കവും പഴക്കവും പ്രശ്നങ്ങളെ നേരിടുന്ന തൻ്റെ ഇടമൊക്കെയുള്ള നേതാക്കൾ മുന്നണി തന്നെ വളരെ കുറവാണ്. കാര്യം ഓർത്തു പോവുകയാണ്. ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിൻ്റെ ഏകദേശം അവസാന സമയത്ത് മാണി മുന്നണി വിടും എന്ന ഒരു പ്രചരണം നടന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഞാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ റൂമിൽ ഞാനുണ്ട്. കൊല്ലത്തുള്ള കരുനാഗപ്പള്ളിക്കാരൻ ഷാജാൻ എന്ന് പറഞ്ഞ കോൺഗ്രസിൻ്റെ നേതാവുണ്ട്. ഇങ്ങനെ ഞങ്ങൾ കുറേ ആളുകളുണ്ട്. ഞങ്ങളെല്ലാം കൂടി ഉമ്മൻചാണ്ടിയുടെ റൂമിൽ കാത്തിരിക്കുക. നമ്മുടെ പിണറായിയുടെ പോലെ കടക്കു പുറത്തൊന്നും പറയില്ല. അവിടെ ആർക്ക് എന്നാലും എപ്പോഴും കയറിയിരിക്കാം. ഉമ്മൻചാണ്ടി വരും, അദ്ദേഹം ഒരു കസാലയിൽ മറ്റേ കസാലയ്ക്ക് വരും, അപ്പുറത്ത് സോഫയിൽ ഇരിക്കും പറയിടുന്നിട്ട് ആളുകൾ സംസാരിക്കും. അങ്ങനെ ഒരു ജനകീയ നേതാവായിരുന്നല്ലോ ഉമ്മൻചാണ്ടി. അപ്പോൾ ഉമ്മൻചാണ്ടി വരാൻ വേണ്ടി ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ക്യാബിനിൽ കാത്തിരിക്കുമ്പോൾ അവിടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മാണി മുന്നണി വിടുമോ. അപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കൾ പരസ്പരം പറഞ്ഞു, അതൊന്നും പ്രശ്നമാക്കണ്ട, അതിനൊക്കെ നമ്മൾ ലീഡർ ഉണ്ടല്ലോ, ലീഡർ അതിനൊക്കെ പരിഹാരം കണ്ടിരിക്കുമെന്ന്. ലീഡർ എന്ന് പറയുന്നത് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കുറിച്ചാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനത്തുള്ള ആളുകൾക്ക് വരെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കാനില്ല. അത് തന്ത്രപരമായിട്ട് ഏത് പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മതി എന്ന് അദ്ദേഹത്തിന് പിന്നെ അവിടെ മുന്നണിയിൽ എല്ലാവർക്കും അഭിപ്രായം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെയുള്ള 1-2 ആളുകൾക്ക് മാത്രം പാർട്ടിയുടെ തീരുമാനം മാറ്റിവെച്ചിട്ട് ഒരു ചാൻസ് കൂടി കൊടുക്കുന്നതിൽ വിരോധമില്ല, കൊടുക്കണം. അതേ സമയത്ത് കഴിവും തൻ്റെ ഇടമുള്ള ധാരാളം യുവാക്കളെ കൊണ്ട് സമ്പന്നമാണ് ഇന്ന് മുസ്ലിം ലീഗ്. ഈ ചാനൽ ചർച്ചയിലും മറ്റും മുസ്ലിം ലീഗിൻ്റെ വനിതാ പ്രവർത്തകർ വരെ വളരെ എത്ര മനോഹരമായിട്ടാണ് വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത്. വളരെ നന്നായി പ്രസംഗിക്കാൻ കഴിയുന്ന വനിതകൾ ഇന്ന് മുസ്ലിം ലീഗിലുണ്ട്. അതുപോലെ തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ മുന്നണിയിൽ നിന്ന് കൂടുതൽ സീറ്റ് ചോദിച്ചു വാങ്ങാനും ജയസാധ്യതയുള്ള സീറ്റുകളിൽ തന്നെ യുവാക്കളെയും വനിതകളെയും ട്രേഡ് യൂണിയൻ നേതാക്കളെയും പ്രവാസി പ്രതിനിധികളെയും ഒക്കെ മത്സരിപ്പിക്കാൻ പാർട്ടി തയ്യാറാകണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതോടൊപ്പം തെരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യതയിൽ
മുന്നണിയിലെ പലരും സ്ഥാനാർത്ഥി കുപ്പായമൊക്കെ അടിച്ചു വെക്കുന്നതിന് മുമ്പ് തന്നെ മുസ്ലിം ലീഗിന് ആനുപാതികമായ അർഹമായ സീറ്റുകൾ ചോദിച്ചു വാങ്ങാനും അത് ഉറപ്പുവരുത്താനും അതുപോലെ തന്നെ പ്രത്യേകിച്ചും മലബാറിന് പുറത്ത് തെക്കൻ ജില്ലകളിൽ കൂടി പ്രാതിനിധ്യം ആവശ്യപ്പെടാനും മുസ്ലിം ലീഗ് നേതൃത്വം ഇപ്പോൾ തന്നെ ശ്രമിക്കുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു.